പണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നൈൽ എന്ന് പറയുന്ന ഏറ്റവും വലിയ നദിയിലേക്ക് എടുത്തു വെച്ചൊരു പെട്ടിക്കകത്ത് അടച്ചിട്ട് ഉമ്മ പറഞ്ഞു വിടുമ്പോ ഉമ്മ ഒരൊറ്റ പ്രാർത്ഥനയുള്ളായിരുന്നു, സുരക്ഷിതമാക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ചരിത്രം ആവർത്തിച്ചത് ഗസയുടെ മണ്ണിൽ നിങ്ങൾ കണ്ടില്ലേ? കടലിന്റെ ഇങ്ങേ കരയിൽ നിന്നുകൊണ്ട് തിരമാലകൾക്ക് മുകളിൽ കുപ്പിവെച്ചിട്ട് അതിലേക്ക് ഭക്ഷണങ്ങളും അവർക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളും ഗോതമ്പുകളും നിറച്ചിട്ട് തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് അവിടെ കിടുമ്പോ ഒരൊറ്റ പ്രതീക്ഷയാണ്, അല്ലാഹ് എത്തിക്കുന്നത് നീയാണ്, എത്തിക്കണേ അല്ലാഹ്. ആ പ്രാർത്ഥനയുടെ സ്വീകാര്യത നോക്ക് സഹോദര, ആ പ്രാർത്ഥനയുടെ സ്വീകാര്യത പഠിക്ക് സഹോദര. ആധുനിക കാലഘട്ടത്തിൽ ദുആഇനെ മാരകമായുധമാക്കി ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണത്തെ എത്തിക്ക് റബ്ബേ എന്ന് തേടിക്കൊണ്ടിരിക്കുന്ന പിഞ്ചു മക്കളുടെ പ്രാർത്ഥന ആ കടലിനെ കൊണ്ട് അല്ലാഹു കൽപ്പിച്ചെങ്കിൽ, ആ കടലിന്റെ വിരിമാറ് മലർക്ക് തുറന്നിട്ട് ആ ഭക്ഷണ പൊതികൾ മുഴുവനും ഗസയുടെ തീരത്ത് അടിഞ്ഞുവെങ്കിൽ, ഈജിപ്തിന്റെ തീരത്ത് നിന്നും ഗസ വരെയും ആ കുപ്പികൾ സഞ്ചരിച്ചെങ്കിൽ, ആ റബ്ബ് തന്നെയാണോ ചെറുപ്പക്കാരാ? എന്റെയും നിന്റെയും പടച്ച തമ്പുരാൻ ഈ കരമങ്ങോട്ട് നെഞ്ചിന്റെ നേർക്ക് നിവർത്തി വെച്ചിട്ട് അള്ളാഹിനോട് ചോദിക്കാൻ സമയം കണ്ടെത്തണം. ഈ ഉമ്മത്ത് രക്ഷപ്പെടും, ഈ ഉമ്മത്ത് രക്ഷപ്പെടും, വ്യക്തി ജീവിതം രക്ഷപ്പെടും, രാഷ്ട്രീയം രക്ഷപ്പെടും, എല്ലാം രക്ഷപ്പെടും. പക്ഷെ തയ്യാറാകണം, തളർന്നു പോകാതിരിക്കാൻ.